ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അലൈഗ്ര സ്പേസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാം, പ്രോൺസ് റോസ്റ്റ് ചെയ്യാനും ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനും ഒക്കെ നന്നായിട്ടറിയാം. എങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പ്രോൺസ് റോസ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രോൺസ് റോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത പ്രോൺസിനെ നമുക്ക് ഹാഫ് ആൻ അവറിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ടർമറിക് പൗഡർ, ദെൻ സോൾട്ട്, ദെൻ 1 ടേബിൾ സ്പൂൺ ഓഫ് ലെമൺ ജ്യൂസ് ഓർ 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് വെൽ ദ പ്രോൺസ് ആൻഡ് ലിവ് ഇറ്റ് ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും. ശേഷം ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. Now place a pan on the stove and pour 2 or 3 tablespoons of cooking oil. ചൂടായ പാനിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുക. ശേഷം ഈ പ്രോൺസിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. After frying prawns, you need to saute ginger garlic paste. After adding ginger garlic paste, if you like, you can add coconut chunks or coconut pieces. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ 1 or 2 pods ഓഫ് Cardomom, Clove ആൻഡ് എ സ്മോൾ പീസ് ഓഫ് cinnamon ഇത്രയും ആഡ് ചെയ്യുക. ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഒരു നല്ല ലൈറ്റ് ബ്രൗൺ കളർ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതിനെ നന്നായിട്ട് സ്യോട്ട് ചെയ്യണം. സവാളയ്ക്ക് പകരം ഷാലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. either സവാള ഓർ ഷാലറ്റ്സ് ക്യാൻ ബി ആഡഡ്. സവാള നന്നായിട്ട് കുക്കായി വന്നു. ആഫ്റ്റർ നമുക്ക് ടൊമാറ്റോ പീസസ് ആഡ് ചെയ്യാം. 2 നന്നായിട്ട് പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വന്നു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരിത്തിരി ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്റ്റർ ചെയ്യുക. ശേഷം lukewarm വാട്ടർ, തിളപ്പിച്ച് തണുത്ത വാട്ടർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കുറച്ച് കൊടുക്കുക. എനിക്കിത്തിരി ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഇതുപോലെ ലൂസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ